നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ചില സമയത്ത് പെട്ടെന്ന് തേടി വരികയും ചില സമയത്ത് പെട്ടെന്ന് അകന്നു പോകുകയും ചെയ്യുന്ന ഒരേ ഒരു അവസ്ഥ, അതിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ കുറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളോടുള്ള ബന്ധങ്ങൾ അയാൾ കുറയ്ക്കാൻ തുടങ്ങുന്നു. എല്ലാത്തിൽ നിന്നും അവർ ഒഴിഞ്ഞുമാറി ഒന്നും അറിയാത്തതുപോലെ അവർ നിങ്ങളുടെ മുന്നിൽ നടക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വിട്ട് മാറി നടക്കാൻ ശ്രമിക്കുന്നു. സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം മനസ്സിലാക്കി നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ചതിക്കാൻ നടക്കുന്നവരാണ് എന്ന് തോന്നിയാൽ വളരെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി അവരോട് പ്രവർത്തിക്കുക. വിശ്വാസമുള്ളവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക, അല്ലെങ്കിൽ ദുഃഖം നിങ്ങൾക്ക് ഫലമായി തീരുന്നതാണ്. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യമുണ്ടാകില്ല. ഹൃദയത്തിൽ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ചതിയന്മാർ ഒന്നും പുറമെ കാണിക്കുകയോ പറയുകയോ ചെയ്യില്ല. എല്ലാം ഉള്ളിൽ വെച്ച് നടന്ന് അവസാനം ചതിച്ചു പോകും. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ എപ്പോഴും വാക്കുകൾ മാറ്റിപ്പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്, സ്നേഹിക്കരുത്. അവർ നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തെയും തള്ളിയും മറ്റുള്ളവരുടെ പുറകെ പോയിരിക്കും. നിങ്ങൾ വെറും വിഡ്ഢികൾ ആയി മാറും. ഇതൊരു സത്യമാണ്. നല്ല സ്വഭാവമുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുക. അവർക്ക് ഹൃദയത്തിൽ കുറച്ചൊക്കെ സത്യവും വിശ്വസ്തതയും ഉണ്ടായിരിക്കും. അല്ലാത്തവർ എപ്പോഴും നിങ്ങൾക്ക് വേദന മാത്രം തന്ന് കൊണ്ടേയിരിക്കും. ഒരു നല്ല സ്നേഹബന്ധം നിലനിൽക്കെ അതിൽ തൃപ്തിയില്ലാതെ മറ്റൊന്നിനെ തേടി പോകുന്നവർക്ക് അവസാനം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായി തീരും. സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ വിശ്വസ്തത എവിടെ നശിക്കുന്നുവോ അവിടെ വെച്ച് അവരുടെ സ്നേഹബന്ധങ്ങളും തകരാൻ തുടങ്ങുന്നു. പിന്നീടെല്ലാം നരകമായി മാറുന്നു മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ. സ്വന്തം ഭർത്താവിനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ അവൻ്റെ വേദനകൾക്ക് ഒരു ആശ്വാസമാകുന്നു. ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരു ഭാര്യ കുത്തുവാക്കുകൾ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി അവൻ്റെ വേദനകൾ വർദ്ധിപ്പിക്കുന്നു. ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. സ്വന്തം അമ്മയുടെ വാക്കുകൾ മാത്രം കേട്ട് മുന്നോട്ടു പോകുന്ന പുരുഷൻ സ്വന്തം ഭാര്യയെ വിലവയ്ക്കുകയോ സ്നേഹിക്കുകയോ ഇല്ല. അമ്മയെ അമ്മ ആയും ഭാര്യയെ ഭാര്യ ആയും കാണാൻ കഴിവുള്ള ഒരു പുരുഷനാണ് വിവേകമുള്ള, വിവേചനമുള്ള, സ്നേഹമുള്ള ഒരു ഭർത്താവ് എന്ന് പറയുന്നത്. നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നത് അവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണെങ്കിൽ അവർ പിന്നീട് നിങ്ങളെ വിട്ടുപോകും. ആ ഇഷ്ടം അവരുടെ ഹൃദയത്തിൽ കയറി അത് ഒരു ആത്മബന്ധമുള്ള സ്നേഹബന്ധമായി വളർന്നിട്ടുണ്ടെങ്കിൽ അവർ മരണം വരെ നിങ്ങളുടെ കൂടെ കാണും. നിങ്ങൾ സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ അവർ വേറെ ഏതോ ബന്ധത്തിലാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളെ വെറുത്തിട്ടുണ്ട്, അത് അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറി അവർ വേറെ എന്തോ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അറിഞ്ഞിരിക്കുക, ഏത് അവസ്ഥയിലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന് മാധുര്യം കൂടുതലാണ്. ഇങ്ങനെ ഒരാളെ ലഭിക്കുക ദൈവത്തിൻ്റെ സമ്മാനമാണ്. അവസാനം വരെയും നിലനിൽക്കും ഈ സ്നേഹം. നിഷ്കളങ്കമായ ഹൃദയമുള്ളവരെ ഒരിക്കലും സ്നേഹിച്ച് വേദനിപ്പിക്കാതെയിരിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രതികൂലമായി മാറുന്നതാണ്. അവരുടെ ജീവിതത്തിൽ തുടർന്ന് പ്രശ്നങ്ങൾ സംഭവിക്കാൻ ഇടയായിത്തീരും. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. കാരണം പിന്നീട് നിങ്ങൾക്ക് ലഭിക്കേണ്ട വലിയ ഒരു വേദന ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോയതാണ്. ഒരിക്കലും ദുഃഖിക്കരുത്. നിങ്ങളുടെ സ്നേഹം
അവർക്കൊരിക്കലും അർഹിക്കുന്നില്ല. അത് അർഹിക്കുന്ന മറ്റൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നു ചേരും. അത് ഉറപ്പാണ്.